അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എന്തൊക്കെ വർത്താനങ്ങൾ മക്കളെ, റാഹത്തല്ലേ? നമ്മുടെ അറബി പാഠപുസ്തകത്തിൽ കുറച്ച് വർക്കുകൾ ചെയ്യേണ്ടായിരുന്നു. കുറേ കുട്ടികളൊക്കെ വിട്ടു നിന്നു. അൽഹംദുലില്ലാഹ് തീരും മെയിൻറ്റ് വെക്കാത്ത കുട്ടികളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് ഇതിലൊക്കെ ഒന്ന് ഇടപെടണം കേട്ടോ. പരീക്ഷ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കണ്ട. ചിലപ്പോൾ പരീക്ഷ ഉണ്ടായാലോ കേട്ടോ. ഇപ്പോൾ ആ വർക്കിൽ ചെറിയൊരു വർക്ക് കൂടിയാണ് ഇപ്പോൾ തരുന്നത്. നുറാജിഉൻ നസ്സ വനക്തുബു മുദക്കിറ അൻ അസ്ബാബി ഹുസ്നിൽ ഹുസൂരി വസുംതിഹി. നുറാജിഉ നമുക്ക് മടങ്ങാം അന്നസ്സ പാഠത്തിലേക്ക്. വനക്തുബു മുദക്കിറ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. പാരഗ്രാഫ്. അൻ അസ്ബാബി ഹുസ്നിൽ ഉസ്ഫൂരി വസുംത്, കുരുവിയുടെ ദുഃഖത്തിൻ്റെയും മൗനത്തിൻ്റെയും. സുംത്ത് മൗനം, ഉസ്ഫൂർ ദുഃഖം. കുരുവിയുടെ ഹുസ്ന് കുരുവിയുടെ ദുഃഖത്തിൻ്റെയും മൗനത്തിൻ്റെയും കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് മടങ്ങാം. എന്തൊക്കെയാണ് അത് നിങ്ങളുണ്ടാക്കണം. അവിടെ കണ്ടില്ലേ, ഒരു ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു തുടക്കം എന്ന നിലക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. യഫ്തഖിറുൽ ജബലു ബിൽ ഉലുവി. പർവ്വതം എന്ത് ചെയ്തു? യഫ്തഖിറു, അവനെ അഹങ്കരിച്ചു. അൽ ജബൽ, പർവ്വതം, ബിൽ ഉലുവി, അവൻ്റെ ഉയരം കൊണ്ട്. ഞാനാണ് ഉയർന്ന ആളെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? പർവ്വതം അഹങ്കരിച്ചല്ലോ. അതേപോലെ കുരുവിയെ സങ്കടപ്പെടുത്തിയ ഒരു സംഗതി അവിടെ ഉണ്ടല്ലോ. ഓരോ ആളുകൾ ഓരോന്ന് പറഞ്ഞില്ലേ. ഞാൻ തായ് വരെ പറഞ്ഞു, ഞാൻ മനോഹരമാണ്, അതുകൊണ്ട് എനിക്കാണ് ഭംഗി എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ കുഴിയിൽ പറഞ്ഞു, കുയിൽ പറഞ്ഞു ഞാനാണ് ഭംഗി ഉള്ള ആൾ, അതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് നല്ല ഭംഗിയുണ്ട് അത് പറഞ്ഞു. അതേപോലെ ഓരോ ജീവികളും ഈന്തപ്പന മരം പറഞ്ഞു എനിക്കെന്തുണ്ട്, നല്ല മധുരമുള്ള നല്ല പഴം ഞാൻ നൽകുന്നുണ്ട്. അങ്ങനെ ഓരോ ആളുകളും അഹങ്കരിച്ചു. റോസാപ്പൂവ് പറഞ്ഞു, അതേപോലെ തേനീച്ച പറഞ്ഞു, കുരുവി പറഞ്ഞു, അങ്ങനെ ഓരോ ടീമും പറഞ്ഞു. ആ പറഞ്ഞതിനൊക്കെ മറുപടിയായി ലാസ്റ്റ് കുരുവിയും പറഞ്ഞൊരു കാര്യം. അതെന്താ എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ബുക്കിൽ പാഠം എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കണ്ടെത്തിയിട്ട് പാരഗ്രാഫായിട്ട് എഴുതി വിട്ട് തരണം കേട്ടോ. മറക്കരുത്, ആരും മറക്കരുത്, എല്ലാവരും ചെയ്യേണ്ട സംഗതിയാണ്. വിഷയം മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനി നക്തഷിഫു വനത്തവക്കും, അവിടെയുള്ള ഒരു എണ്ണം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഒരു പാരഗ്രാഫാണ് വായിച്ചുതരാം. അപ്പോൾ അതിലുള്ള എന്ത് ചെയ്യണം, ആൻസർ അവിടെ കണ്ടെത്തി പറയണം കേട്ടോ. മജ്മുഅത്തുൻ മിനദ് ദജാജ തസീറു ഫി ത്വരീഖ്. ഒരു കൂട്ടം മജ്മുഅത്തുൻ മിനദ് ദജാജ, ഒരു കൂട്ടം കോഴികൾ, ദജാജ കോഴികൾ ഒരു കൂട്ടം പോവാണ്. തസീറു ഫി ത്വരീഖ്, ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവാം. കാനത്ത് ഹുനാക ദജാജത്തുൻ തസീറു അമാമ ദജാജത്തെ. കാനത്ത് ഹുനാക്ക, അതിലൊരു ദജാജ. തസീറു നടന്നു പോകുന്നു. അമാമ ദജാജത്തിന്, അതിൻ്റെ മുമ്പിൽ എന്തുണ്ട്? ഒരു കോഴി നടന്നു പോകുന്നുണ്ട്, അതിൻ്റെ മുമ്പിൽ രണ്ട് കോഴികൾ നടന്നു പോകുന്നുണ്ട്. ഒരു കോഴിക്ക് മുമ്പിലായിട്ട് രണ്ട് കോഴികൾ നടക്കുന്നുണ്ട് മുമ്പിൽ. ദജാജത്തുൻ തസീറു ഹൽഫി ദജാജത്തിന്, ഒരു കോഴിക്ക് പിറകിലായിട്ട് രണ്ട് കോഴി നടന്നു പോകുന്നുണ്ട്. ദജാജത്തുൻ തസീറു ബൈന ദജാജത്തിന്, രണ്ട് കോഴികൾക്ക് ഇടയിലായിട്ട് ഒരു കോഴി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടം കോഴി നടന്നു പോവാണ്. അതിൽ രണ്ട് കോഴികൾ, ഒരു കോഴിക്ക് കോഴിൻ്റെ മുമ്പിലായിട്ട് രണ്ട് കോഴികൾ നടക്കുന്നു. രണ്ട് കോഴികൾ പിന്നിൽ നടക്കുന്നു, ഒരു കോഴി മുന്നിൽ നടക്കുന്നു. അതേപോലെ തന്നെ ഒരു കോഴി നടുവിൽ നടക്കുന്നു, അപ്പുറം വേറെ ഓരോന്നും നടക്കുന്നു. അപ്പോൾ ഫക്കം ദജാജത്തൻ ഫി ത്വരീഖി, അപ്പോൾ ആ വഴിയിൽ എത്ര കോഴികളുണ്ടാവും? വളരെ സിമ്പിളായൊരു മനക്കണക്കാണ് കേട്ടോ. അപ്പോൾ എത്ര കോഴിന്നുണ്ടെങ്കിൽ ആ കോഴിൻ്റെ എണ്ണം അവിടെ എഴുതണം കേട്ടോ. മശ്ശൈഉ അല്ലദീ കുല്ലമാ സാദ വജൂദുഹു ഖല്ലത്തി റുഅ്യ.
അടുത്തൊരു ചോദ്യമാണ് മഷൈഉല്ലദി കുല്ലമാ സാദ വജൂദുഹു കല്ലത്തി റൂയ. കൂടുതലായിട്ടുണ്ടാവുമ്പോൾ കാണാൻ പറ്റാത്തൊരു സാധനമുണ്ട്. എന്താണ് ആ വസ്തു? ഒരു കടങ്കഥയാണ്. കൂടുതലായിട്ടുണ്ടാവുമ്പോൾ കാണാൻ പറ്റാത്ത ഒരു വസ്തു അതേതാ? സാദ വജൂദുഹു കല്ലത്തി റൂയ. കാണാൻ പറ്റില്ല, പക്ഷെ കൂടുതലുണ്ടാവും. അപ്പോൾ അധികരിച്ച് വരുമ്പോൾ അത് കാണാൻ പറ്റാത്തൊരു സാധനമുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ലൊലാമാണ്, ലൊലാം, അതായത് ഇരുട്ട് കേട്ടോ. അത് എഴുതണം കേട്ടോ. ദുഖറുൽ ഹിക്കായ. ഇനി അടുത്തൊരു ഒരു ഭാഗം ആണ് പഠിക്കുന്നത്. അന അജ്മലു അന്ത അഹ്സൻ. അന അജ്മലു, ഞാനാണ് ഭംഗിയുള്ളവൻ. അന്ത അഹ്സൻ, നീ എന്താണ്? നീയാണ് നല്ല ആൾ. അഹ്സൻ, നല്ല മനുഷ്യൻ, നല്ല ആൾ കേട്ടോ. നല്ല മനുഷ്യൻ എന്നാൽ നല്ല ആൾ നീയുമാണ്. ഞാനാണ് ഭംഗിയുള്ള ആൾ. ഒരു ചർച്ചയാണ് അവിടെ തമ്മിൽ നടക്കുന്ന ഒരു ചർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. യോമൻ, ഒരു ദിവസം കാലിൽ മിസ്മാറു ലിൽ അസ്ദിഖായി. മിസ്മാർ അതായത് ആണി ഉണ്ടല്ലോ, ആണി നമ്മൾ അടിക്കുന്ന പലകമൊക്കെ അടിക്കൂലേ, ചുമരിലൊക്കെ അടിക്കൂല ആണി. ആ ആണി പറഞ്ഞു ലിൽ അസ്ദിഖായി, ആണിൻ്റെ കൂട്ടുകാരന്മാരോട്, അന അഫ്ളലു മിൻകും ജമീഅൻ, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും നല്ല ആൾ കേട്ടോ. ഉൻളുറൂ, നിങ്ങൾ നോക്കിയില്ല, ജിസ്മി തവീലി, എൻ്റെ നീളമുള്ള ശരീരത്തിലേക്ക് നോക്കി നിങ്ങൾ. വശക്കിലിൽ ജമീലി, നല്ല കാണാൻ ഭംഗിയുള്ള രൂപത്തിലേക്ക് നോക്കി. ഉൻളുറൂ ഇല താജി അല്ല റഹസി, എൻ്റെ തലയിലുള്ള തൊപ്പി കണ്ടങ്ങൾ, ആണിമണ്ടാവ് തൊപ്പിയൊക്കെ. അമിന്ദൂനില യസ്തീഉൻ നജ്ജാറുൽ അമൽ, ആശാരി ഇന്നെക്കൊണ്ടല്ലാതെ ആശാരിക്ക് പണിയെടുക്കാൻ കഴിയില്ല. ആശാരിക്ക് ഞാൻ എപ്പോഴും വേണം. ആശാരി ജോലിക്ക് കൊണ്ടോ ഞാൻ വേണം, അല്ലാതെ അയാൾ പണിയെടുക്കൂല. അപ്പം ഞാൻ നല്ല ഉഷാറുള്ള ആളാണ്. അപ്പോൾ അപ്പുറത്തെ പാഠം കണ്ടില്ല നിങ്ങൾ. ഫക്കാലിൽ മിൻഷാറു, മിൻഷാർ പറഞ്ഞു. മിൻഷാർ പറഞ്ഞാൽ ഈർച്ചവാൾ. മുഫ്തഹിറൻ, ഓനങ്ങനെ വലിയ മുഫ്തഹിർ അഹങ്കാരിയായിട്ട് പറയണമെന്ന്. അയ്യുഹൽ മിസ്മാറു, ചങ്ങായിയെ, അതായത് ആണിയെ. അന അക്വാ മിൻക, ഞാനാണ് എന്നെക്കാട്ടിൽ വലിയവന്. ഒന്നുറിയില്ല ജിസ്മി, എൻ്റെ ശരീരത്തിലേക്ക് നോക്കി. അസ്നാനി, എൻ്റെ പല്ലുമൊക്കെ നോക്കാം, എൻ്റെ പല്ലുകളിലേക്കും തടിയിലേക്കും നോക്കാം. അംഷി അല ജമീഅൽ ഖശബി, ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു, മരകൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോവുക. അതായത് മരത്തിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ശരിയാക്കാറുണ്ട് എന്ന് ചുരുക്കി പറഞ്ഞാൽ. മരങ്ങൾക്കിടയിലൂടെ ഞാൻ നടന്നു, മുഴുവൻ മരങ്ങൾക്കിടയിലും ഞാൻ നടക്കുന്നു. അമ്മ അന്ത, അപ്പോൾ നീയോ? ഫന്നജാറു യളിരിബുക ബിഷാക്കൂസ്, എന്ത് ചെയ്യുന്നു? നജ്ജാർ അതായത് ആശാരി. യളിരിബുക, നിന്നെ അടിക്കുന്നു. ബിഷാക്കൂക്ക്, ചുറ്റിക. ബിഷാക്കൂസി, ചുറ്റികയിട്ട്. അപ്പോൾ അന്നെന്ത് ചെയ്യാണ്? ചുറ്റിക കൊണ്ട് അടിച്ച് തൂഫാനാക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഭയങ്കര സംഗതിയായിട്ട് നടക്കുക. അന്നെ തൂഫാനാക്കും ചെയ്യാം. എന്താ അപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ? ഈ ഒരു ചർച്ചയാനും കൂടിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ പാഠങ്ങളൊക്കെ ഫുള്ള് എഴുതണം. ആ അഭ്യാസത്തിലുള്ള നമ്മൾ ക്രിയ ചെയ്യേണ്ട, വർക്ക് ചെയ്യേണ്ട ഭാഗം ശരിക്ക് ശ്രദ്ധിച്ച് നോക്കി എഴുതി വിട്ടു തരണം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.